എല്ലാവർക്കും മന്നയുടെ പുതിയ ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പം പഴയ ക്ലാസ്സുകളൊക്കെ കണ്ടിട്ടുണ്ടെങ്കിലും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിലും ലൈക്കും സബ്സ്ക്രൈബും ചെയ്യണം. അപ്പം ഈ ക്ലാസ് ആരെങ്കിലും പുതുതായിട്ടാണ് കാണുന്നതെങ്കിൽ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ലൈക്ക് ചെയ്യണം, നിങ്ങളുടെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യാനും മറക്കരുത്. പിന്നെ കൂടാതെ മന്നയുടെ വേറൊരു കുക്കറി ചാനലും കൂടെ ഉണ്ട്, മന്ന റസോയി എന്ന് പറഞ്ഞ്. ടൈം ഉണ്ടെങ്കിൽ അതിലേക്ക് ഒന്ന് വിസിറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ അപ്പോൾ നമുക്കിന്ന് ഹിന്ദിയുടെ ഫസ്റ്റ് ടേമിലെ ലാസ്റ്റ് ചാപ്റ്ററിലേക്ക് നമ്മൾ പോവുകയാണ്. നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. നിത ഫസാലിയുടെ അബ് കഹാൻ ദൂസരേക്കോ ദുഃഖ് സേ ദുഃഖി ഹോനെ വാലേ എന്നുള്ള കഥയിലേക്ക് നമുക്ക് പോകാം. അത് ഒരുപാട് അർത്ഥവത്തായ ഒരു ടോപ്പിക്കാണത്. ഒരു സെൻറ്റൻസ് ഒരു സാധാരണ പേരിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട്. അപ്പോൾ നമുക്ക് ആ ടോപ്പിക്ക് ആ ഹെഡ്ലൈൻ വായിക്കുമ്പോഴേ അറിയാം ഇറ്റ്സ് ഡിഫറെൻറ്റ് ഫ്രം സം അതർ ടോപ്പിക്സ് ആണ്. അപ്പം എന്ന് വെച്ചാൽ മറ്റുള്ള ടോപ്പിക്കൊക്കെ വായിക്കുമ്പോൾ ഇന്ന ആളിനെ പറ്റിയാണ് ആ കഥ എന്ന് നമുക്ക് മനസ്സിലാവും. അപ്പോൾ ഇത് കണ്ടില്ലേ, ഒരു അബ് കഹാം ദൂസരേക്കെ ദുഃഖ് സേ ദുഃഖി ഹോനെ വാലെ. ഇപ്പോൾ ആരാണ് മറ്റുള്ളവരുടെ ദുഃഖത്തിൽ ദുഃഖവാന്മാരാകുന്നത്, അല്ലെങ്കിൽ ഇപ്പോൾ ആർക്കാണ് സമയം മറ്റുള്ളവരുടെ ദുഃഖത്തിൽ പങ്കുചേരാൻ ഇപ്പോൾ ആർക്കാണ് സമയം എന്നാണ് ഈ ചാപ്റ്ററിൻ്റെ ഹെഡിങ് തന്നെ. അപ്പം നിത ഫസാലി എന്ന് പറയുന്ന ആള് റൈറ്റർ 12 ഒക്ടോബർ 1938 को दिल्ली में ജന്മേ നിത ഫസാലി കാ ബച്പൻ ഗ്വാളിയർ മേ ബീത. എന്ന് വെച്ചാൽ മധ്യപ്രദേശിലുള്ള ഗ്വാളിയറിലാണ് ആര് വളർന്നത്? നിത ഫസാലി വളർന്നത്. ബർത്ത് ദില്ലിയിലായിരുന്നു. നിത ഫസാലി ഉറുദു കി സാഠോത്തരി പീഠിക്ക്, സാഠോത്തരി പീഠി എന്ന് വെച്ചാൽ സാഠോത്തരി എന്ന് വെച്ചാൽ 17th century, മനസ്സിലായേ, മറന്നു പോരുത്. പീഠി എന്ന് വെച്ചാൽ സെഞ്ചുറിക്ക് മഹത്വപൂർണ്ണ കവി മാനേ ജാത്ത ഹേ, ഏറ്റവും പ്രബലനായ എഴുത്തുകാരിൽ ഓർത്തിരിക്കുന്ന ആദരണീയനായ കവിയാണ് നിത. പിന്നെ പറയുന്നത് उन्होंने बोलचाल की भाषा का प्रयोग करते हुए अपनी कविता के സഹജത പ്രദാൻ കീഹി. അപ്പം അദ്ദേഹത്തിൻ്റെ ഭാഷ, എങ്ങനെയുള്ള ഭാഷയാണ് അദ്ദേഹം ഈ ബുക്കുകളിലൊക്കെ പ്രതിഫലിച്ചിരുന്നത്? ബോൾചാൽ കി ഭാഷ എന്ന് വെച്ചാൽ വാമൊഴിയിലൂടെ പറയുന്ന അതേ വാക്കുകളൊക്കെ അതുപോലെ എടുത്ത് പാഠ്യഭാഗങ്ങളിൽ ഇട്ടിട്ടുണ്ട് എന്നാണ് പറയുന്നത്. നമുക്ക് വായിക്കുമ്പം മനസ്സിലാകും കഥ. ഉन्होंने अपनी गद्य रचनाओं के शेर और शायरी का प्रयोग करने गागर में सागर भरने का कार्य किया है. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വെറൈറ്റി ഓഫ് റൈറ്റിംഗ്, ആ റൈറ്റിങ്ങിൻ്റെ പാറ്റേൺ, അതാണ് ഷെയർ ഓഫ് ഷായറി എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഗദ്യ വിഭാഗത്തിൽ അദ്ദേഹത്തിൻ്റെ രചനകൾ എപ്പോഴും വ്യത്യസ്തത പുലർത്തിയിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. പിന്നെ നിത ഫസാലി की पहली कविता की पुस्तक लफ्ज़ों का फूल नाम से प्रकाशित हुई. शायरी की पुस्तक खोया हुआ सा कुछ के लिए वर्ष 1999 में उन्हें സാഹിത്യ അക്കാദമി പുരസ്കാർ സെ അലങ്കൃത് കിയ. അദ്ദേഹത്തിന് 1999 സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ചിട്ടുണ്ട് കവിതയ്ക്ക്. അപ്പം കോയ ഹുവാസ കുച്ച് കേലിയെ, അപ്പം ആ കവിതയുടെ പേര് പഠിച്ചു വയ്ക്കണം, ഇയർ ഓർമ്മിച്ചിരിക്കണം. ഉൻകി മഹാത്മ കഥ കെ 2 ഭാഗ് ഹേ. ദീവാറോ കെ ബീച്ച് എന്ന് വെച്ചാൽ വാതിലിൻ്റെ ഇടയിൽ, ഓർ ദീവാറോ കെ പാർ. അപ്പം ആത്മകഥ 2 ഖണ്ഡങ്ങളായിട്ടാണ് പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. വാർഷിക് സേ പ്രകാശിത് ഹോ ചുക്കേ ഹേ. മാനവതാവാദി വിചാരോं से ओतप्रोत तथा मानसिक संघर्षता से दूर रहने वाले इस लेखक का 8 फरवरी 2016 को निधन हो गया. അപ്പം 2016 അദ്ദേഹം മരിച്ചു എന്നാണ് പറയപ്പെടുന്നത്. അപ്പം മാനവജാതികളെ ഒരുപാട് ആകർഷിച്ചിട്ടുള്ള
സംസാര രീതികൾ നമ്മൾ വീട്ടിൽ എങ്ങനെയാണോ സംസാരിക്കുന്നത് അതേ ഭാഷയാണ് അദ്ദേഹം ബുക്കുകളിൽ യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഈ കവിതയിൽ നമുക്ക് ഈ അബ് കഹാ ദൂസരേക്കോ ദുഃഖ് സേ ദുഃഖി ഹോനെ വാല എന്നുള്ള കവിതയുടെ പാഠ്യഭാഗത്തിൻ്റെ ഒരു എന്താ പറയുന്നത് രൂപരേഖ പറഞ്ഞു തരാം. എന്താണ് എക്സ്പ്ലെയിൻ അദ്ദേഹം ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെന്നുള്ളത്. പ്രസ്തുത പാഠ में लेखक ने मानव के संवेदनहीन होने का संकेत दिया है. संवेदनहीन എന്ന് വെച്ചാൽ നിർവികാരത. സംവേദനഹീൻ എന്ന് വെച്ചാൽ വികാരമില്ലാത്ത അവസ്ഥ എന്ന് പറഞ്ഞാൽ ഒരാളുടെ ദുഃഖം കണ്ടാൽ നമുക്ക് നത്തിങ് ടു ഫീൽ എന്നുള്ള രീതിയിലേക്ക് ഈ ഭൂമിയിലെ മനുഷ്യരായ നമ്മൾ മാറിക്കഴിഞ്ഞു എന്ന് അദ്ദേഹം പറഞ്ഞു തരികയാണ് ഈ ഗദ്യഭാഗത്തിലൂടെ. पाठ में विभिन्न प्रसंगों के आधार पर निदा फसाली ने एक स्पष्ट किया है कि सभी को इस धरती पर रहने का पूरा अधिकार है. അപ്പം പല എക്സാമ്പിൾസുകൾ അദ്ദേഹം ഇതിനകത്ത് നോട്ടീസ് ചെയ്ത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ എക്സാമ്പിൾസിനകത്തെല്ലാം ഉടനീളം അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് എന്താണ്? എല്ലാ ജീവജാലങ്ങൾക്കും ഈ ഭൂമിയിൽ ജീവിക്കാനുള്ള അധികാരം ഉണ്ട് എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. स्वार्थ प्रवृत्ति ने मानव को इतना अधिक लालची बना दिया है कि अपने अन्य जीवधारियों के इस धरती से बेदखल ही कर दिया है. അപ്പോൾ എന്താണ് പറയുന്നത്? സ്വന്തം ലാലച്ചി എന്ന് വെച്ചാൽ അത്യാഗ്രഹം മൂലം മറ്റുള്ള ജീവികൾക്കോ മനുഷ്യർക്ക് തന്നെയോ പരസ്പരമോ നിലനിൽപ്പ് ബുദ്ധിമുട്ടാക്കിക്കൊണ്ടുള്ള ഒരു ജീവിത രീതിയിലേക്ക് മനുഷ്യൻ മാറിക്കഴിഞ്ഞു എന്നാണ് നിധ ഈ ചാപ്റ്ററിലൂടെ നമ്മളോട് പറയാൻ ശ്രമിച്ചിരിക്കുന്നത്. പിന്നെ പറയുന്നത് अब वह मानव जाति की भी परवाह नहीं करता, दूसरों के दुख सुख से उसे कोई सरोकार नहीं. അപ്പം മറ്റുള്ളവർ എന്താണ് ചെയ്യുന്നത്? നിങ്ങൾ വിഷമിക്കുകയാണോ? നിങ്ങൾക്ക് സന്തോഷമാണോ? സരോക്കാർ എന്ന് വെച്ചാൽ ഉത്കണ്ഠ. യാതൊരു വിധമാകുന്ന ഉത്കണ്ഠയും നമുക്ക് മറ്റൊരാളിൻ്റെ കാര്യത്തിലില്ല. പണ്ട് ഇപ്പം ഒരമ്മയ്ക്ക് ഒരു കുഞ്ഞിന് എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ എന്തൊരു ഉത്കണ്ഠയായിരുന്നു. അപ്പം അമ്മയ്ക്ക് മാത്രമല്ല, അത് അമ്മയ്ക്ക് ഇപ്പോഴും ഉണ്ട്. പക്ഷേ നമുക്ക് ഒരു കുടുംബത്തിലെ ഒരാൾക്കൊരു വിഷമം വന്നു കഴിയോ അവനിങ്ങനെ വന്നു നമ്മൾ ഓടിയെത്തും സഹായിക്കാനായിട്ട്. പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല. അവനങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ അവൻ്റെ കൈയിരിപ്പ് കൊണ്ടായിരിക്കും എന്ന് പറഞ്ഞൊഴിയുന്ന ഒരു തലമുറയിലേക്ക് നമ്മൾ എത്തപ്പെട്ടിരിക്കുന്നു എന്നാണ് നിദ ഫസാലി നമ്മളെ ഇതിനകത്തൂടെ പറഞ്ഞു പഠിപ്പിക്കാൻ ശ്രമിക്കുന്നത്. അങ്ങനെയല്ല വേണ്ടുന്നത്. പഴയ രീതിയിലേക്ക് നമ്മൾ തിരിച്ചു പോകണമെന്ന് അദ്ദേഹത്തിന് ആഗ്രഹമുണ്ട്. നമുക്ക് മറ്റൊരാളുടെ ദുഃഖത്തിൽ ഉത്കണ്ഠ അത്യാവശ്യമാണ് എന്നാണ് പല ഉദാഹരണങ്ങളിലൂടെയും അദ്ദേഹം നമുക്ക് പറഞ്ഞു തരുന്നത്. ഇനി നമുക്ക് ചാപ്റ്ററിലേക്ക് പോകാം. ചാപ്റ്ററിൻ്റെ ഇമ്പോർട്ടൻ്റ് എല്ലാം ഞാൻ പറഞ്ഞു തരാം. ईसा से 1025 वर्ष 1025 वर्ष पूर्व एक बादशाह है बाइबिल के सोलमन. അപ്പം 1025 വർഷം മുൻപ് ആരുണ്ടായിരുന്നു? ബൈബിളിലൊരു ബാദഷാഹ് ഉണ്ടായിരുന്നു, പ്രവാചകൻ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ പേരാണ് സോളമൻ, ജ്ഞാനിയായ ശലോമോൻ. ജിന്നെ ഖുറാൻ മേ സുലൈമാൻ കഹാ ഗയാ ഹേ. ബൈബിളിൽ സോളമൻ ആണെങ്കിൽ ഖുറാനിൽ സുലൈമാൻ എന്നാണ് അദ്ദേഹത്തെ പറഞ്ഞിരിക്കുന്നത്. വേ ഇൻസാനോ കെ സാത്ത് സാത്ത് പശു പക്ഷിയോ കി ഭാഷ ബി ജാൻതാ ഹേ. സോളമന് എന്തറിയാമായിരുന്നു? മനുഷ്യൻ്റെ ലാംഗ്വേജ് കൂടാതെ തന്നെ പശു പക്ഷി എന്ന് വെച്ചാൽ ആനിമൽസിൻ്റെയും ബേഡ്സിൻ്റെയും ഭാഷകളും അദ്ദേഹത്തിന് അറിയാമായിരുന്നു. ഏക് ബാർ സുലൈമാൻ അപ്നെ ദൽ ബാൽ കെ സാത്ത് ഏക് രാസ്തേ മേ ഗുജർ രഹേ തേ. അദ്ദേഹത്തിൻ്റെ പരിവാരങ്ങളോടൊപ്പം, പരിവാരം മീൻസ് കൂട്ടത്തിലുള്ള സേനാ നായകന്മാരോടൊപ്പം യാത്ര ചെയ്തുകൊണ്ടിരുന്നപ്പോൾ വഴിയിൽ വെച്ച് തബി കുച്ച് ചിടിയോനെ ഘോഡേക്ക് ടപ്പോക്കി ആവാജ് സുനി. അപ്പം എന്താണ്? അപ്പം ഘോഡയെന്ന് വെച്ചാൽ ഹോഴ്സ് ഓടുന്ന സൗണ്ട് നമുക്കറിയാം. അപ്പം ആ സൗണ്ട് കേട്ടപ്പോൾ എന്തു പറഞ്ഞു? ആവാജ് കേട്ടിട്ട് കിളികൾ രണ്ടുകൂടെ പറഞ്ഞു തോ ഡർ കർ ഏക് ദൂസരേ സെ ബോലി. പെട്ടെന്ന് അവർ വളരെ ഭയപ്പെട്ടുകൊണ്ട് ഒരാളോട് പറഞ്ഞു അബ് ജൽദി സെ അപ്നെ ബീൽ മേ ചലോ.
വേഗം നമ്മുടെ കൂട്ടിലേക്ക് പറന്നു പോകാം. ഫൗജ് ആ രഹി ഹെ. ഫൗജ് എന്ന് വെച്ചാൽ പട്ടാളം, പട്ടാളം വരുന്നുണ്ട്. സുലൈമാനെ ഉസ്കി ബാത്തും സുനി ഓർ കഹ. സുലൈമാൻ അഥവാ സോളമൻ അല്ലെങ്കിൽ ശലോമോൻ അവരുടെ വാക്കുകൾ കേട്ടിട്ട് മനസ്സിലാക്കിയിട്ട് പറഞ്ഞു, ഘബറാവോ നഹി, ഘബറാവോ മീൻ പേടിക്കണ്ട, മേം കിസി കെ ലിയെ മുസീബത്ത് നഹി ഹും. ഞാൻ ആർക്കും ഡിസ്റ്റർബൻസ് ചെയ്യുന്ന ആളല്ല, ഞാൻ ആർക്കും ദോഷം ചെയ്യുന്ന ആളല്ല. സബ് കെ ലിയെ മുഹാബത്ത് ഹും, എനിക്ക് എല്ലാവരോടും ഇഷ്ടമാണ്. യഹ് കഹ്കർ വഹ് മഞ്ജിൽ കി ഓർ ബഡ് ഗയി. ഇത്രയും പറഞ്ഞ് വളരെ പ്രസന്നവദനായി ആ വഴിയിലൂടെ അദ്ദേഹം ഓടിപ്പോയി എന്നാണ്, കുതിരയെ ഓടിച്ചു പോയി എന്നാണ് ആദ്യത്തെ പാരഗ്രാഫിൽ പറയുന്നത്. ആ പടവും ദാ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇനി രണ്ടാമത്തെ പാരഗ്രാഫിൽ നമ്മളോട് അദ്ദേഹം പറഞ്ഞു തരുന്നത്, ഇനി അടുത്ത അദ്ദേഹം പറയാണ്, സിന്ധി ഭാഷ കെ മഹാകവി ഷേഖ് ആയാസ് ने अपनी ആത്മകഥ മേ ലിഖ ഹേ. അപ്പം എന്താ പറയുന്നത്, സിന്ധി ഭാഷയിലുള്ള മഹാകവിയായ ഷേഖ് ആയാസ് അയാളുടെ ആത്മകഥയിൽ, ബയോഗ്രഫിയിൽ പറഞ്ഞിട്ടുണ്ട്, ഏക് ദിൻ അപ്പനെ പിതാ കുവേ സേ നഹാക്കർ ലൗട്ട് ഓർ ഖാന ഖാനെ ബൈഠെ. ഒരു ദിവസം കിണറ്റിൽ പോയി കുളിച്ച് ഭക്ഷണത്തിനായിട്ട് അദ്ദേഹം ഇരുന്നപ്പോൾ, തബി ഉന്നനെ അപ്പനി ബാജു പർ ഏക്ക് ചോട്ടെ രേങ്താ ഹുവ ദിഖായി പട. അപ്പം എന്തു പറ്റി, അദ്ദേഹത്തിൻ്റെ കൈയുടെ ബാജു എന്ന് വെച്ചാൽ കയ്യിൽ, ഉടുപ്പിൻ്റെ സൈഡിൽ ഒരു ചോട്ട റോങ്ത എന്ന് വെച്ചാൽ, അപ്പോൾ ഈ ചോട്ട രേങ്ത എന്ന് പറഞ്ഞാൽ ഒരു കറുത്ത പ്രാണി അദ്ദേഹത്തിൻ്റെ ബാജുവിലൂടെ, കൈയിലൂടെ എഴഞ്ഞു പോകുന്നത് കണ്ടിട്ട്, ഹുവ ദിഖായി പട വഹ് ഭോജൻ ചോടുക്കർ ഉടുകയ. അപ്പോൾ പെട്ടെന്ന് അയാൾ ഭക്ഷണം വിട്ടിട്ട് വേഗം എഴുന്നേറ്റു പേടിച്ചിട്ട്. വഹ് ഭോജൻ ചോടുക്കർ ഉടുകയ. ജബ് മാംനെ ബിനാ ഭോജൻ കിയെ ഉടനെ കാ കാരൺ പൂച്ച. അപ്പോൾ എന്താണ് അമ്മ ചെയ്തത്, നീ എന്താണ് ഭക്ഷണം കഴിക്കാതെ എഴുന്നേറ്റേന്ന് ചോദിച്ചപ്പം, തോ വേ ബോലെ മേനെ ഏക് ഘർ വാലെ കോ ബേഗർ കർ ദിയാ ഹേ. ഞാൻ ഒരാളെ ഇന്ന് എന്തില്ലാത്തവനാക്കി, വീടില്ലാത്തവനാക്കി. ഉസ്നെ ഘർ ചോടിനെ ജാ രഹാ ഹും. അവനെ അവൻ്റെ വീട്ടിൽ ആക്കാൻ പോവുകയാണ്. അപ്പം ഞാൻ കാരണം വീടില്ലാതായ ഒരാളെ അവൻ്റെ ശരിയായ വാസസ്ഥലത്ത് അവനെ ആക്കാൻ പോവുകയാണ്. അപ്പം നമ്മൾ ഭക്ഷണം കഴിക്കാൻ ഇരിക്കുന്നതിന് മുമ്പേ നമ്മൾ എന്തെങ്കിലും ചെയ്ത തെറ്റ് ഒരു നിമിഷം കൊണ്ട് ഓർമ്മ വന്നിട്ട് അങ്ങനെ ഓടിപ്പോയി ആ തെറ്റിനെ തിരുത്തി വന്നവർ ഈ ലോകത്ത് ജീവിച്ചിരുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത്. ഇനി മൂന്നാമത് പറയുന്നത് എന്ന് വെച്ചാൽ, बाइबिल और दूसरे पावन ग्रंथों के नूह नामक एक पैगंबर का ജിഗ് മിൽത്ത ഹെ. അപ്പം ബൈബിള് ഒക്കെ പറയുന്ന, ബൈബിളിലും പാവൻ ഗ്രന്ഥം എന്ന് വെച്ചാൽ ഹോളി ബുക്സുകളിലും നൂഹ് എന്ന് പറയുന്ന ഒരു പൈഗംബർ എന്ന് വെച്ചാൽ പ്രവാചകൻ, ജിക്ർ എന്ന് വെച്ചാൽ പരാമർശിക്കുക. അപ്പം ഒരു ബൈബിളിലും വളരെ പ്രധാനപ്പെട്ട പാവന ഗ്രന്ഥങ്ങളിലുമൊക്കെ നൂഹ് എന്ന് പറയാം. നൂഹ് എന്ന് വെച്ചാൽ നോഹയാണ് കേട്ടോ ബൈബിളിലെ പ്രവാചകൻ നെ പറ്റി പരാമർശിച്ചു. ഉൻക അസ്ലി നാം ലഷ്കർ ഥ. അദ്ദേഹത്തിൻ്റെ ശരിയായ പേര് ലഷ്കർ എന്നാണ്. ലേക്കിൻ അറബിനെ ഉൻകെ നൂഹ് കെ ലഖബ് സേ യാദ് ദിയാ ഹെ. അറബിൽ അദ്ദേഹത്തിന് നൂഹ് എന്ന വാക്കുകൊണ്ടാണ് അവർ പറയുന്നത്. വഹ് ഇസ്ലിയെ കി ആപ് സാരി ഉമ്ര റോത്തേ രഹെ. അപ്പോൾ എന്താണ് അതിനകത്ത് പറയുന്നത്, ലൈഫ് മുഴുവൻ കരഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യത്തെപ്പറ്റി നമുക്കിതിനകത്ത് പ്രതിപാദിച്ച് പറയുകയാണ്. നൂഹിനെ ഉസ്കെ ऐसे कहा जाता है कि एक बार नूह ने सामने एक घायल കുത്ത ആ ഗയ. ഇതിനകത്ത് ഞാൻ പറഞ്ഞുതരാം. അതിനകത്ത് ആര് വന്നു, നൂഹ് എന്ന് പറയുന്ന പ്രവാചകൻ്റെ അടുത്തേക്ക് ഒരു ഘായൽ കുത്ത, മുറിവേറ്റ പട്ടി കടന്നു വരും. നൂഹിനെ ഉസേ ദുക്കാർ ദിയ. അപ്പം എന്താണ്, ഓടിച്ചു വിട്ടു. ദുക്കാർ സുൻകർ കുത്തേനെ ജവാബ് ദിയ. അപ്പം ഈ ആക്രോശങ്ങൾ കേട്ടിട്ട് പോ പട്ടി എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഓടിക്കത്തില്ലേ കല്ലും വടിയൊക്കെ ആയിട്ട്. അപ്പം അങ്ങനെ ഓടിച്ചപ്പം എങ്ങനെ ദൂർ ഹോജ ഗന്ധേ കുത്തേ എന്നൊക്കെ പറഞ്ഞിട്ട്, പന്നപ്പട്ടി, നാറ്റമുള്ള പട്ടി, ദൂരെ പോ, വൃത്തികെട്ടതാണ് നീ എന്നൊക്കെ പറഞ്ഞ് ഓടിക്കാൻ ശ്രമിച്ചപ്പോൾ
പട്ടി അദ്ദേഹത്തോട് പറഞ്ഞു അത്രേ, നമേ അപ്പനി മർജി സേ കുത്താ ഹൂ, ഞാൻ അല്ല, അപ്പനി മർജി സേ എൻ്റെ ഇഷ്ടത്താലല്ല ഞാൻ പട്ടിയായത്, നഹി തും അപ്പനി പസന്ത് സേ ഇൻസാൻ ഹോ, നിന്റെ ആഗ്രഹപ്രകാരമല്ല നീ ഇൻസാൻ മനുഷ്യനായി ജനിച്ചതും, സബ്കോ ബനാനെ വാല ഈശ്വർ ഹി ഹേ, എല്ലാവരെയും ഉണ്ടാക്കി വിട്ടത് ഈശ്വരനാണ്, എന്നെ പട്ടിയാക്കിയത് എൻ്റെ ഇഷ്ടത്താലുമല്ല, നീ മനുഷ്യനായത് നിന്റെ കഴിവ് കൊണ്ടുമല്ല. നൂഹിനെ ജബ് ഉസ്കി ബാത്ത്, അദ്ദേഹം ഈ വാക്കുകൾ ബഹൂത്ത് ദിനോം തക്ക് റോത്തെ രഹെ, കുറേ ദിവസം അദ്ദേഹം എന്ത് ചെയ്തു, വളരെ വിഷമത്തോടെ കരഞ്ഞുകൊണ്ടിരുന്നു. മഹാഭാരതമേ അന്ത് തക്ക് യുധിഷ്ഠിർ കാ സാത്ത് ദേനെ വാല ഭി ഏക് കുത്താ ഹി താ. അപ്പോൾ എന്താണ് മഹാഭാരതം എന്ന് പറയുന്ന വലിയ പുരാണ കഥയിൽ യുധിഷ്ഠിരൻ്റെ കൂടെ അവസാനം വരെ ഉണ്ടായിരുന്നത് ആരായിരുന്നു? ഒരു ഡോഗായിരുന്നു. ദുനിയാക്കെ अस्तित्व में आने का वर्णन विज्ञान और धार्मिक ग्रंथों में अपने अपने तरीके से मिलता है, परंतु वह जब जानते हैं कि पशु पक्षी मानव नदी पर्वत पहाड़ समंदर आदि सभी का इस धरती पर समान अधिकार है. അപ്പം അതുകൊണ്ട് പറയുന്നത് ഇവിടെ പട്ടിക്കും പൂച്ചയ്ക്കും മനുഷ്യനും മൃഗത്തിനും പിന്നെ ആർക്ക് പർവ്വതങ്ങൾക്കും പഹാഡ് എന്ന് വെച്ചാൽ കുന്നുകൾക്കും എല്ലാം സമുദ്രത്തിനും എല്ലാം എന്താണ് ഈ ധർത്തിയിൽ സമാനമായ ഒരുപോലെയുള്ള അധികാരമാണ് ഉള്ളത് എന്നാണ് പറയുന്നത്. ഇനി പറയുന്നത് പെഹ്ലെ പൂരാ സംസാർ ഏക് പരിവാർ കെ സമാൻ താ, പണ്ട് ഈ പരിവാറെല്ലാം ഈ സംസാർ മുഴുവൻ ഈ ദുനിയ മുഴുവൻ ലോകം മുഴുവൻ ഒരു പരിവാറായിരുന്നു. പരന്തു അബ് മാനവനെ അപ്പനി വൃദ്ധി സെ ബെഡി ബെഡി ദീവാറോ ഖടി കർ ദി ഹേ. അപ്പോൾ എന്താണ് പറയുന്നത്, അഭിവൃദ്ധികളുടെ പടവുകൾ കയറി തുടങ്ങിയപ്പോൾ ബഡ്തി ജനസംഖ്യാനെ സമന്തർ കെ സ്മേട്ട് ദിയാ है, पेड़ों के रास्ते से हटा दिया है, फूलते प्रदूषण ने पंछियों के വസതിയും സേ ബഗാദിയ ഹെ. അപ്പോൾ എന്ത് ചെയ്തു, മനുഷ്യർ കൂടിയപ്പോൾ സമുദ്രത്തിനെ നിരപ്പാക്കി വലിയ വലിയ വീടുകളാക്കി, മരങ്ങളെ വെട്ടി വഴികളാക്കി, പ്രകൃതിയെ പ്രദൂഷണം ചെയ്തുകൊണ്ട് പക്ഷികളുടെ വീടില്ലാതാക്കി അവരെയെല്ലാം ഓടിച്ചു കളഞ്ഞു. തഥാ വാതാവരൺ കെ സതാന ശുരു കർദിയ, എന്ന് വെച്ചാൽ അന്തരീക്ഷത്തെ മലിനമാക്കാൻ തുടങ്ങി. प्रकृति के धैर्य की भी एक सीमा है, इसी कारण कभी कभी प्रकृति भी आपदाओं के रूप में अपना बदला लेती रहते हैं. അങ്ങനെ നശിപ്പിക്കുന്നതിൻ്റെ ഒന്നാമത്തെ കാരണം കൊണ്ട് പലപ്പോഴും പ്രകൃതി അവളുടെ രൂപത്തിൽ എന്ത് രൂപമാണ്, ദേഷ്യഭാവത്തിൽ വന്ന് അപ്പനാ ബദല അവളുടെ പ്രതികാരം ലേത്തി രഹത്തിഹെ ചെയ്തുകൊണ്ടേയിരിക്കും. ചിലപ്പോൾ അവളെ നമ്മൾ ദ്രോഹിക്കുമ്പോൾ, അവളെന്ന് ഉദ്ദേശിക്കുന്നത് പ്രകൃതിയെയാണ്, പ്രകൃതിയെ സമുദ്രത്തെയും അതൊക്കെ പ്രകൃതിയിലുള്ളതാണ്. പക്ഷികളും മൃഗങ്ങളും മരങ്ങളും ഒക്കെ നമ്മൾ ഇല്ലാതാക്കുമ്പോൾ അവളുടെ സംഹാര താണ്ഡവത്താൽ നമ്മളെ അവളും ഉപദ്രവിക്കും എന്നാണ് പറയുന്നത്. മനസ്സിലായോ? ഇനി പറയുന്നത് लेखक की माँ सदैव कहती थी कि सूरज डलने के बाद पेड़ों से पत्तों मत तोड़ो. അപ്പോൾ ഇതിനകത്ത് ലേഖകൻ്റെ അമ്മ പറഞ്ഞിട്ടുണ്ടെന്ന്, സൂരജ് പോകുന്ന സമയത്തോ പോയി കഴിഞ്ഞിട്ടോ എന്ത് ചെയ്യാൻ പാടില്ല, പേടിൻ്റെ ഇലകൾ, ഒരു വൃക്ഷത്തിൻ്റെ ഇലകൾ ഒടിച്ചോ നുള്ളിയോ എടുക്കാൻ പാടില്ല. ദിയാ ബത്തിക്ക് വക്ത് ഫൂലോക്കെ മത്തോട, ദിയാ ബത്തി ജലാതിച്ച് കഴിഞ്ഞാൽ, ദിയാ ബത്തി എന്ന് വെച്ചാൽ സന്ധ്യയ്ക്ക് വിളക്ക് വെച്ച് കഴിഞ്ഞാൽ ഒരു പൂവിനെയും വൃക്ഷത്തിൽ നിന്നോ ചെടിയിൽ നിന്നോ അടർത്തി മാറ്റാൻ പാടില്ല. ദരിയാ പർ ജാവോ തോ ഉസേ സലാം കറോ, കബൂത്തറോ കെ മത്ത് സതായ കറോ, എന്ത് ചെയ്യണം, കബൂത്തറിനെ കൊല്ലാൻ പാടില്ല, ആട്ടി ഓടിക്കാൻ പാടില്ല. വേ ഹസ്രത്ത് മുഹമ്മദ് കെ ആസിസ് ഹേ, അത് എന്താണ്, ഒരിക്കലും
പിന്നെ എന്താണ് കബൂത്തർ എന്ന് വെച്ചാൽ പ്രാവുകളെ ഉപദ്രവിക്കാനോ ഓടിക്കാനോ പാടില്ല. അത് ഹസ്രത്ത് മുഹമ്മദിൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ജീവികളാണ്. ഹസ്രത്ത് മുഹമ്മദ് എന്ന് വെച്ചാൽ വളരെ വലിയ പ്രവാചകനാണ്. ദില്ലിയിൽ ജീവിച്ചിരുന്ന വളരെ വലിയ പ്രവാചകനായ ഒരു മനുഷ്യനായിരുന്നു ഹസ്രത്ത് മുഹമ്മദ് എന്ന് പറയുന്നത്. മുർഗോ കോ പരേശാൻ മത് കരോ, കോഴിയെ പരേശാൻ ചെയ്യരുത്. വഹ് ആജാൻ ദേഖ് കർ സബ്കോ ജാൻതാ ഹേ. ഗ്വാളിയാർ മേ ലേഖക് കാ മകാൻ താ. ഗ്വാളിയറിൽ എനിക്കൊരു വീടുണ്ടായിരുന്നു. ജിസ്കെ ഏക്ക് रोशनदान में कबूतर के एक जोड़े ने अपना घोंसला बना रहा था. ഗോളിയറിലുള്ള എൻ്റെ വീടിൻ്റെ വിൻഡോ പെയിനിൽ ആര് കൂട് വെച്ചു? ഒരു കബൂത്തർ വന്ന് കൂട് വെച്ചു. എന്നിട്ട് ഉസ്മേ റഖേ അണ്ടേ മേസെ ഏക്ക് അണ്ടേ തോട് ദിയ. അപ്പോൾ എന്തു ചെയ്യുക? അബദ്ധവശാൽ ഒരു അണ്ട താഴെ വീണു, ഒരു മുട്ട താഴെ വീണ് പൊട്ടിപ്പോയപ്പോൾ ഏക്ക് ദേഖ് കർ മാം ദൂസരെ അണ്ടേക്ക് ബജാനേക്കാ പ്രയാസ് കർണേ ലഗി. അപ്പം ഒന്ന് താഴെ വീണു പോയപ്പോൾ മറ്റേതിനെയും താഴെ വീണു പോകാതിരിക്കാൻ അമ്മ എന്ത് ചെയ്തു? അതിനെ യഥാസ്ഥലത്ത് എടുത്തു വയ്ക്കാൻ ശ്രമിച്ചു. അപ്പോൾ എന്താണ് സംഭവിച്ചത്? സെ വഹ് അണ്ടാ ബി ഗിർക്കർ ടൂട്ട് ഗയ. ആ മുട്ടയും തറയെ വീണ് നശിച്ചു പോയി, പൊട്ടിപ്പോയി എന്ന് പറയുന്നു. ഈസ് ഘടന മേ മാം ബഹുത്ത് ദുഃഖി ഹുയി. ഇത് കാരണം എൻ്റെ അമ്മ എന്ത് ചെയ്തു? വളരെ ദുഃഖത്തിലായിട്ട് എന്താ പറ്റിയേ? ഓറീസ് ഗുനാഹ് കെ ഖുദാസെ, ഈ പ്രശ്നത്തിൻ്റെ മനോവിഷമത്തിൻ്റെ കാരണം കൊണ്ട് മാഫ് കർണേക്കേലിയെ പൂരാ ദിൻ റോജ രക്ക. എന്ത് ചെയ്തു? ആ ദിവസം മൊത്തം കരഞ്ഞ് ഉപവസിച്ചിരുന്നു എൻ്റെ അമ്മ എന്നാണ് നിദ ഗസാലിയുടെ ഈ പുസ്തകത്തിൽ പറയുന്നത്. അപ്പോൾ അത്ര കണ്ട് മറ്റുള്ളവരുടെ വിഷമത്തിൽ ദുഃഖിച്ചിരുന്ന കുറേ മനുഷ്യർ ജീവിച്ചിരുന്ന ഈ ഭൂമിയിൽ ആജ് സബ് കുച്ച് ബദൽ ഗയ. ഇന്ന് എല്ലാം മാറിപ്പോയി. എന്താണ്? പഹലെ ജഹാം സമന്തർ താ, ദൂർ ദൂർ തക്ക് ഘനെ ജംഗൾ തേ. പണ്ട് എന്തോ ആയിരുന്നു? സമന്തർ ഉണ്ടായിരുന്നു, ദൂരെ ദൂരെ ഘനേ ജംഗൾ എന്ന് വെച്ചാൽ തിങ്ങി നിറഞ്ഞ വനം ഉണ്ടായിരുന്നു. വഹാം അബ് എന്താണ്? ബസ്തിയാം ബൻ ഗയി ഹേ. ഇസ് ബസ്തിയാം ने अनगिनत परंतों के घर छीन लिए है. അപ്പം ഇപ്പം എന്താണ്? അപ്പോൾ ഇപ്പോൾ അദ്ദേഹം പറയുന്നത് പണ്ട് സമുദ്രമായിരുന്ന സ്ഥലത്ത് ഇപ്പോൾ വലിയ മരങ്ങളും കാട് പിടിച്ച് കിടക്കുന്ന മരുഭൂമി പോലെ ആയിരിക്കുന്നു. പിന്നെ എന്താണ്? വീടുകൾ, വലിയ വലിയ വഴികളെല്ലാം വീടുകൾ കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. ഘറോമേ പ്രവേശൻ കർണേക്ക് സബി രാസ്തേ ബന്ദ് കർ ദിയേ ഹേ. വീടുകളിലേക്ക് ഇപ്പോൾ കയറാൻ കൂടി പറ്റില്ല. 4 വശത്തും മതിൽ കെട്ടി വലിയ ഇരുമ്പ് ഓടാമ്പലുകളിട്ട് ബന്ധിക്കപ്പെട്ടിരിക്കുകയാണ്. അബിനക്കോയി സോളമൻ ഹേ. ഇതിൻ്റെ കാരണക്കാരൻ സോളമനോ നോഹയോ മേരി മാം അല്ലെങ്കിൽ എൻ്റെ അമ്മയോ അല്ല. ജോയിസ് जीवों के दुख दर्द के समझ कर उसे अपना दर्द बना सके. അപ്പോൾ എന്താ പറയുന്നത്? ഇതിൻ്റെ കാരണം എൻ്റെ അമ്മയോ നോഹയോ സോളമനോ അല്ല. ആരാണ്? നമ്മൾ ഓരോരുത്തരുമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് എന്ത് ചെയ്യണം? ദയവായി നമ്മൾ അവരവരുടെ ആവാസ വ്യവസ്ഥകളെ നശിപ്പിക്കാതെ മറ്റുള്ളവരുടെ ദുഃഖം എൻ്റെയും ഒരുപാട് വേണ്ട, ഒരുപാട് ദുഃഖത്തിൻ്റെ പുറകെ പോകണമെന്ന് പറയുന്നില്ല. ഇപ്പം ഈ കാലത്ത് മറ്റുള്ളവരുടെ ദുഃഖം ഞാൻ കാരണം വേറൊരാൾക്ക് ദുഃഖമുണ്ടാകാതിരിക്കാനെങ്കിലും ശ്രമിക്കാം എന്നാണ് ഈ കവിതയിലൂടെ നിദ ഫസാലി നമ്മളോട് പറയുന്നത്. ഇതാ ഒരാളുടെ ദുഃഖം പണ്ട് ജീവിച്ചിരുന്നവരുണ്ടാക്കി കൊടുത്ത ദുഃഖമല്ല. ആ ദുഃഖത്തിൻ്റെ ബാക്കി ഇപ്പം നമ്മൾ ഓരോരുത്തർക്ക് കൊടുത്തിട്ട് വേറൊരാൾ മൂലം നമ്മൾക്കും നമ്മൾ മൂലം മറ്റൊരാൾക്കും ഇങ്ങനെ കിട്ടിക്കൊണ്ടേ ഇരിക്കുകയാണ് ദുഃഖം. നമ്മൾ മറ്റുള്ളവരിലേക്ക് ദുഃഖം വിതറാതിരുന്നാൽ നമ്മളിലേക്കും ദുഃഖം എത്താതിരിക്കും എന്നുള്ള ആ സന്ദേശമാണ് നിദ നമ്മളിലേക്ക് ഈ ചാപ്റ്ററിലൂടെ എത്തിക്കാൻ ശ്രമിച്ചത്. അപ്പം നല്ല അർത്ഥവത്തായ ഒരുപാട് ഗുണങ്ങളും ഭൂമിയിൽ ജീവിക്കുന്നതിൻ്റെ 2 വശങ്ങളും
പിന്നെ ഇപ്പം ഒരാളുടെ ദുഃഖം കാണാൻ നമുക്ക് സമയമില്ലാതെ ആയിരിക്കും, അത്രയ്ക്ക് ബിസി ലൈഫാണ് നമ്മളുടെ ഇപ്പം. അങ്ങനെ ഒരു ജീവിതത്തിൽ ജീവിക്കുമ്പോൾ നമ്മൾക്ക് നഷ്ടമായി പോകുന്ന ഒരുപാട് നന്മകളുണ്ട് എന്നാണ് ഇദ്ദേഹം നമുക്ക് ഈ ഗദ്യപാഠത്തിലൂടെ പറഞ്ഞു തരുന്നത്. അപ്പം എല്ലാവർക്കും ഈ ചാപ്റ്റർ നന്നായിട്ട് മനസ്സിലായി കാണുമെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ എൻ്റെ പ്രിയപ്പെട്ട കുഞ്ഞുങ്ങൾ ഇത് സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, നിങ്ങളുടെ പ്രിയപ്പെട്ട കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്തെത്തിക്കണം. മറ്റൊരു ചാനലുണ്ട് മന്നാ റസോയി, അതും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പം ഹിന്ദിയുടെ ചാപ്റ്റർ എക്സ്പ്ലനേഷൻ ടേം 1 മുഴുവൻ കഴിഞ്ഞിരിക്കുകയാണ്. MCQ ആയിട്ട് വരാം. പിന്നെ നിങ്ങൾക്ക് SSTയുടെ എക്സ്പ്ലനേഷൻ വേണമെങ്കിൽ എന്നെ വിളിച്ചോ ചാറ്റ് ബോക്സിലോ പറഞ്ഞാൽ മതി. ഞാൻ ചാപ്റ്റർ വൈസ് നിങ്ങൾക്ക് ടേം 1ൻ്റെ ഇട്ട് തരാമെന്ന് വിചാരിച്ചിരിക്കുകയാണ്. അപ്പം എല്ലാവർക്കും നല്ല ദിവസം നേർന്നുകൊണ്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. ബൈ.